എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാകാം, യേശു വിളിക്കുന്നു, യേശുവിൻ്റെ അടുത്തേക്ക് പോവുക, യേശുവിന് സമർപ്പിക്കുക എന്നൊക്കെ. പക്ഷേ നമ്മൾ അപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് പോവുക? യേശുവിൻ്റെ അടുത്തു പോകാൻ ഇനിയും ഞാൻ കുറച്ചുകൂടെ നന്നാവാനുണ്ട്. എങ്ങനെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ, തെറ്റായ രീതിയിൽ, അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ജീവിക്കുന്ന എനിക്കെങ്ങനെയാണ് പോവാൻ കഴിയുക എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ട്, കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച്, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയിട്ട് സമാധാനമായിട്ട്, കർത്താവേ ഞാൻ വരാം, അതിനു മുമ്പ് എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര മടിയാണ്, പേടി തോന്നുക, നാണക്കേട് തോന്നുക, അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശാരീരികമായും മാനസികമായും കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് വരാം, ഇപ്പം ഞാൻ ക്ഷീണിച്ചു, ഞാൻ തളർന്നു പോയി, രോഗം കാരണം എനിക്ക് എണീറ്റ് നടക്കാൻ കൂടെ വയ്യ, പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് എനിക്ക് ഓടി നടക്കാൻ പറ്റുക? ഇങ്ങനെ നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ? ഇനിയും മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കും, ഞാൻ അത്ര ആത്മീയനായ ആളൊന്നുമല്ല, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമല്ല, പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല, ബൈബിൾ വായിക്കാനൊന്നും പറ്റുന്നില്ല, പിന്നെ ഇതൊന്നും ചെയ്യാത്ത ഞാനെങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക? ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വെച്ചാൽ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം, എന്നെക്കൊണ്ടൊന്നും അതൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള എനിക്കെങ്ങനെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുക? ഇങ്ങനത്തെ ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം. യേശു അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ പെർഫെക്റ്റായ ശേഷം വരണമെന്നല്ല. കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്തായിരിക്കുന്നോ ഇപ്പോൾ അതുപോലെ വരിക എന്നാണ് യേശു പറയുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എത്ര പ്രശ്നങ്ങൾ നേരിട്ടോട്ടെ, പക്ഷേ ആ പ്രശ്നങ്ങളോടെ കൂടെ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് വരണം. നമ്മൾ പശ്ചാത്താപത്തോടു കൂടി യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ അതായത് ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് സ്വയം സമ്മതിക്കാനുള്ള മനസ്സോടുകൂടിയാണ് നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ, നിങ്ങളായിരിക്കുന്നത് പോലെയാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നെങ്കിലും അവൻ നമ്മളെ സ്വീകരിക്കും. അവൻ നമ്മളെ മാറ്റി നിർത്തത്തില്ല, അവൻ നമ്മളെ വേണ്ടാന്ന് പറയില്ല. കാരണം കർത്താവ് നമ്മളെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ യേശുവിനെ നോക്കുക, അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിക്കുക. എത്ര പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും, എത്ര പ്രതിസന്ധിക്കുള്ളിലാണെങ്കിലും, കർത്താവേ നീ എൻ്റെ രക്ഷകനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിലും നീ എൻ്റെ രക്ഷകനാകണം, നീ എൻ്റെ ദൈവമാണെന്ന് പറയൂ. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് നമ്മൾ എന്തായിരിക്കുന്നോ അതുപോലെ തന്നെ പോകാനായിട്ട് കഴിയും. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ, ഒരു കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കതയോടെ, ഒരു പരിപൂർണമായ സമർപ്പണത്തോടെ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, നിഷ്കളങ്കമായ ഒരു കുഞ്ഞാട്. ഒരു ആടിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ, കുഞ്ഞാടുകൾ. അതുപോലെ തന്നെ കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നിങ്ങൾക്ക് കള്ളു കുടിക്കുന്ന സ്വഭാവമുണ്ടോ? ബീഡി വലിക്കുന്ന സ്വഭാവമുണ്ടോ? നിങ്ങൾ എന്താണ് സ്വയം ഭോഗം ചെയ്ത് ജീവിതത്തെ നഷ്ടപ്പെടുന്ന ശീലമുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും സ്വഭാവശീലങ്ങൾക്ക് അടിമയാണോ? നിങ്ങൾക്ക് മറ്റുള്ളവരോട് വെറുപ്പാണോ? നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദേഷ്യമാണോ? നിങ്ങൾ കുഞ്ഞുങ്ങളോട് അമിതമായി കോപിക്കുന്ന ആളാണോ? നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളാണോ? കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാത്ത ആളാണോ? അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് മാറണമെന്ന്? ഈ ശീലങ്ങളൊക്കെ മാറ്റി കുറച്ച് നല്ലതാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്കാകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് സ്വഭാവത്തിലായിരിക്കുന്നു,
ഏത് അവസ്ഥയിലായിരിക്കുന്നോ, ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ മറ്റൊരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടെ നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. അവൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ് യേശു നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയെ കണ്ടു. ആ സഹോദരി വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി. രണ്ടാമത് വേറൊരു പുരുഷൻ്റെ കൂടെ പോയി, അതിലും 2 കുഞ്ഞുങ്ങളുണ്ടായി. അവസാനം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട്, ജീവിതവും നഷ്ടപ്പെട്ട്, വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവരാശ്വാസത്തിന് വേണ്ടി ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തവരാണ്, നീ പാപിണിയായിപ്പോയി, നീ ചെയ്ത തെറ്റിൻ്റെ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കേണ്ടി വരും, നിന്നെ കർത്താവ് പോലും തള്ളിക്കളയും, അത്രമാത്രം തെറ്റ് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു, ഇനി എന്നെ ദൈവത്തിന് പോലും വേണ്ടാതായിരിക്കുന്നു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ ജീവിതം കൊണ്ടൊരു അർത്ഥവുമില്ല, ഞാനും എൻ്റെ ഈ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാം എന്നാണ് ആ സഹോദരി വിശ്വസിച്ചത്. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, നിങ്ങളായിരിക്കുന്നത് പോലെ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നങ്ങളോട് കൂടി തന്നെ നിങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. ഈ സഹോദരി ആ സന്ദേശം കേൾക്കുകയും അതേപോലെ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മുഴുവൻ മാറിപ്പോയി, അവരുടെ ആശങ്കകൾ മാറി. അവർ പറഞ്ഞു, എന്നോട് ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, എനിക്ക് നിങ്ങളെ ഇനിയും ആവശ്യമുണ്ട് എന്ന് വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എത്ര വലിയ പാപമായിരുന്നാലും ഞാൻ ക്ഷമിക്കും, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും, അതിനെ ഞാൻ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് മാറ്റിയിടും, ഇനി അതൊരിക്കലും തിരിച്ചു വരികയില്ല എന്നൊരു ഉറപ്പ് തന്നത് ഈ യേശുവാണ് എന്ന് ആ സഹോദരി സാക്ഷ്യം പറയുകയുണ്ടായി. നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇന്ന് ആയിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ യേശു നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വരുമെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വച്ച് സൂക്ഷിക്കും, എൻ്റെ വലത് കരം കൊണ്ട്, നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ എൻ്റെ ദൂതന്മാരോട് പറയും, അവരുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാർ നിങ്ങളെ കൈകളിൽ വഹിച്ചുകൊള്ളും. എത്ര മനോഹരമായ ഉറപ്പാണ് കർത്താവായ യേശു നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ ഒന്ന് ആഗ്രഹിക്കുക എന്നാണ് യേശു പറയുന്നത്. ശരിയായ വിശ്വാസത്തിൽ നിങ്ങളെ അവനെ സ്വീകരിക്കുകയാണെങ്കിൽ, ഒരു നല്ല വിശ്വാസത്തോടുകൂടി ഈ യേശു എൻ്റെ ദൈവമാണ്, ഈ യേശുവിന് അസാധ്യമായ ഒന്നുമില്ല, ലോകത്ത് ഇത്ര പേരുടെ ജീവിതത്തെ മാറ്റിയ ഈ കർത്താവ് എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ കർത്താവ് അമൂല്യമായ വരങ്ങളാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. സ്വർഗം മുഴുവൻ നിങ്ങൾ നേടും. നിങ്ങളുടെ ഈ വരവ് കാണുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കും. നിങ്ങൾ അവനെ സ്വീകരിക്കുമ്പോൾ ലോകത്തിലെല്ലാവരും ദൈവം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരവസരം ഉണ്ടാകാൻ പോകുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-30 വാക്യങ്ങൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അധ്വാന ഭാരത്തിൽ വലയുന്നവരാണോ, ജീവിത പ്രശ്നങ്ങളിൽ തളർന്നിരിക്കുകയാണോ, നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണോ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതായത് യു ക്യാൻ ബി ഷുവർ ദാറ്റ് ജീസസ് ഈസ് യുവർ സേവിയർ വെൻ യു ബിലീവ് ഇൻ ഹിം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ രക്ഷകനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു രക്ഷകനായി, നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി കർത്താവ് മാറും, നമ്മളെ രക്ഷിക്കുന്നവനാകും. ഒരു അപകടത്തിൽ നിന്ന് ഒരു അഗ്നിശമന സേനാനി തീനാളങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അവൻ നിങ്ങളെ ചുമലിൽ വഹിച്ചുകൊണ്ട് നിങ്ങളെ രക്ഷിക്കും. നമുക്കതിൽ ഉറപ്പിക്കാം, കർത്താവ് നമ്മുടെ രക്ഷകനായി തീരുമെന്ന് നമുക്ക് ഉറപ്പുള്ളവരായി തീരാം. ഇനി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ഉറപ്പിനോട് നിങ്ങളുടെ മറുപടി എന്താണ്?
നിങ്ങൾ എന്താണ് യേശുവിനോട് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, ഞാൻ വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നു. നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയ കവാടം തുറക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മൾ അവൻ്റെ ജീവിതത്തിലേക്കും ചെയ്യും. നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും ചെയ്യും. എന്താണ് ഈ അത്താഴത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ അത്താഴം കഴിക്കുമ്പോഴാണ് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയ അച്ഛനും അമ്മയും സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് അത്താഴ സമയത്താണ് വർത്തമാനം പറയുക. അത്താഴ സമയം കഴിയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മൾ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയമാണ്. കർത്താവ് നമ്മുടെ കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമെന്നും അറിയുമെന്നും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അവൻ തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വീട് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ വാസസ്ഥലം നിങ്ങളുടെ ഹൃദയമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ യേശു വന്ന് മുട്ടുന്നത്. നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുകയാണെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിങ്ങളോടൊപ്പം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇത്ര സ്നേഹവാനായ ദൈവം, ഇത്ര കരുതലുള്ള ദൈവം നമ്മളോടൊപ്പമായി തീരാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ തെറ്റ് ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുക? യോഹന്നാൻ 1:9 അധ്യായം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുറവുകൾ സമ്മതിക്കണം. നമ്മുടെ കുറവുണ്ട് എന്ന് പറയണം. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആരും ആരുടെയും കുറവ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പനി പിടിച്ച് നമ്മൾ എഴുന്നേക്കാൻ വയ്യാതെ വീട്ടിൽ കിടക്കുമ്പോഴും ആരെങ്കിലും ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ്, സുഖമാണോ? ആ സുഖമാണ് എന്നേ പറയുള്ളൂ. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ സുഖമില്ല എന്ന് അവരോട് പറഞ്ഞാൽ അവർ വന്ന് നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ കരുതലും സ്നേഹം അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എന്തിനാണ് അവരെനിക്ക് വേണ്ടി കഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനെ ചോദിച്ചാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവരെന്നെക്കുറിച്ച് തെറ്റായി വിചാരിക്കുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ ഒരു കാര്യങ്ങളും ആരുടെയും മുമ്പിൽ പറയുകയില്ല. നമ്മുടെ കുറവുകൾ നമ്മൾ സമ്മതിക്കത്തില്ല ആരുടെയും മുമ്പിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളും ഒക്കെ ഞാനും ഒക്കെ എല്ലാവരും ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ലല്ലോ. ഒരിടത്തും ഒരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ലോകം മുഴുവൻ. അപ്പോൾ കർത്താവ് പറയുന്നത്, ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ കുറ്റങ്ങൾ സമ്മതിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ കുറവുകൾ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ, നമ്മുടെ തെറ്റുകൾ സമ്മതിക്കുകയാണെങ്കിൽ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് കർത്താവേ, അത് സത്യമാണ്, എനിക്ക് തിരുത്താൻ പറ്റാത്ത ഒരു സ്വഭാവശീലമുണ്ട്, ഞാൻ മാറണമെന്ന് ആഗ്രഹിച്ചതാണ് എന്ന് കർത്താവിനോട് പറയുകയാണെങ്കിൽ കർത്താവ് ഇതെല്ലാം ക്ഷമിച്ച് നമ്മളെ അവൻ്റെ സകല രക്തം കൊണ്ട് സകല അനീതിയും നീക്കി നമ്മളെ ശുദ്ധരാക്കി തീർക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോട് പോലും നമ്മൾ ചെയ്ത ഒരു തെറ്റ് പറയാൻ ആഗ്രഹിച്ചാൽ നമുക്ക് തോന്നത്തില്ല. നമ്മുടെ മനസ്സ് വിചാരിക്കും, പപ്പ എന്നെ അടിക്കുമോ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമോ, ആരെങ്കിലും എന്നെ വഴക്ക് പറയുമോ എന്നൊരു ചിന്ത കൊണ്ട് നമ്മൾ ആരോടും നമ്മുടെ തെറ്റുകൾ സമ്മതിക്കത്തില്ല. പകരം നമ്മൾ ഒഴിവ് കഴിവുകൾ പറയും. അതങ്ങനെ ആയതുകൊണ്ടാണ്, അതിങ്ങനെ ആയതുകൊണ്ടാണ്, അതെൻ്റെ കൂട്ടുകാരെ നിർബന്ധിച്ചതുകൊണ്ടാണ്, ആ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ തെറ്റിനെ പൊതിഞ്ഞു വയ്ക്കാനാണ് ശ്രമിക്കുക. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക. നിങ്ങളുടെ തെറ്റുകളും കുറവുകളും സമ്മതിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ക്ഷമിക്കും. ഞാൻ നിങ്ങളെ ശകാരിക്കുകയില്ല, ഞാൻ നിങ്ങളെ ദ്വേഷിക്കുകയില്ല, ഞാൻ നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല. നീ എൻ്റെ മകനും മകളുമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ കുറവുകൾ എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ ചേർത്തണച്ച് നമ്മുടെ ആ പാപം ക്ഷമിച്ച് അവൻ നമ്മളെ ശുദ്ധരാക്കി തീർക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നതല്ലേ? പലപ്പോഴും നമ്മൾ ആരോടെങ്കിലും തെറ്റ് പറഞ്ഞാൽ അവർ നമ്മളെ ഒറ്റപ്പെടുത്തുമെന്നുള്ള വിചാരം കൊണ്ട് നമ്മളത് പറയാറില്ല. കർത്താവ് നമ്മളോട് ക്ഷമിക്കും.
അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അവന് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് അവൻ നിങ്ങളെ സ്നേഹിച്ചത്. യു ക്യാൻ ബി ഷുവർ ദാറ്റ് ജീസസ് ക്യാൻ ക്ലീൻ യുവർ ഹാർട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നന്മയുള്ളതാക്കി തീർക്കാൻ കഴിയും. ഇനിയും തെറ്റിലേക്കും പാപത്തിലേക്കും പോകാതിരിക്കാൻ കർത്താവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനിയും കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നത് എന്താണ്? 1 യോഹന്നാൻ 5:13 ദൈവപുത്രൻ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. യു ക്യാൻ ബി ഷുവർ ദാറ്റ് ജീസസ് ഗീവ്സ് യു ഇറ്റേണൽ ലൈഫ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമുക്ക് നിത്യജീവൻ നൽകും എന്ന് നമുക്കിതുകൊണ്ട് ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ എണ്ണമില്ലാത്ത സമയമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ നീക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ സമയം നൽകാൻ ആഗ്രഹിക്കുന്നു. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കർത്താവ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് അവൻ നമ്മളെ ശുദ്ധരാക്കി കഴിയുമ്പോൾ അവൻ്റെ നിത്യജീവിതം അവൻ നമുക്ക് നൽകും. ഇറ്റേണൽ ലൈഫ് അവൻ നമുക്ക് നൽകും. അവനോട് കൂടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടാകുന്ന രോഗവും ദുഃഖവും മരണവും ഒന്നുമില്ലാത്ത ദൈവത്തിൻ്റെ രാജ്യത്തിൽ യേശുവിനോട് കൂടെ എന്നും ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അവസരം ദൈവം നമുക്ക് നൽകും. അവൻ നമുക്ക് നിത്യജീവൻ നൽകും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. വെളിപ്പാട് പുസ്തകം 7:9 പറയുന്നത് എണ്ണമില്ലാത്ത സമയമുണ്ട്, അതിനെ തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് കർത്താവ് നമ്മളെ അവൻ്റേതാക്കി തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നമുക്ക് നിത്യജീവൻ ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്ന് വരാം. നിങ്ങൾ ഇപ്പോഴാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾ പശ്ചാത്താപത്തോടു കൂടിയാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ, നിങ്ങളായിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഈ സമയത്ത് വരുമെങ്കിൽ കർത്താവ് അവൻ്റെ സ്നേഹം നിങ്ങൾക്ക് തരും. അവൻ്റെ ക്ഷമ നിങ്ങൾക്ക് നൽകും. അവൻ്റെ രക്തം കൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ കാല പാപങ്ങളെ അവൻ പുറത്തു കളയും. ഇനി ഒരിക്കലും കഴിഞ്ഞതിനെ ഓർത്ത് അവൻ നിങ്ങളെ വേട്ടയാടത്തില്ല. നമ്മൾ മനുഷ്യരാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും തൽക്കാലമൊക്കെ മറന്നു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അന്ന് നീ എന്നോട് ചെയ്തത് അങ്ങനെയല്ലേ, അന്ന് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തവരാണ്, അവരോട് ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുക എന്ന് ഓർത്ത് അവർ പലപ്പോഴും നമ്മളെ മുറിവേൽപ്പിക്കുന്നവരായിത്തീരും. കർത്താവ് ഒരിക്കലും നിങ്ങളുടെ കഴിഞ്ഞ കാല ചെയ്തികളെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെ ഓർപ്പിച്ച് നിങ്ങളെ ഒരിക്കലും മുറിപ്പെടുത്തുകയില്ല, വേദനിപ്പിക്കത്തില്ല. അവൻ നിങ്ങളെ വേട്ടയാടുകയില്ല. അവൻ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിർത്തുന്ന ഒരു ദൈവമാണ്. കാരണം അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. എല്ലാവരുടെയും പാപങ്ങളെ ചുമക്കുന്നവനാണ്. ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്നു പോകുന്ന എല്ലാ തെറ്റുകൾക്കും നമുക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്ത് ഒരിക്കലായി കാൽവരി ക്രൂശിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ഇനി നമുക്ക് ശിക്ഷയില്ല. കർത്താവ് പരിപൂർണമായി നമ്മളെ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മളെ അവൻ്റേതാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഭാരങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും, അത് മുറുകെ പറ്റുന്ന പാപങ്ങളായാലും അത് അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. യേശു നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഭാരങ്ങൾ നിങ്ങളെ അലട്ടുന്നത് എന്താണ്? ആരോടും പറയാൻ പറ്റാതെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്താണ്? ആ ഭാരങ്ങളൊക്കെ യേശുവിനോട് പറയുക. കർത്താവ് നിങ്ങളുടെ ഭാരത്തെ ലഘൂകരിച്ച് തരും. അവനോട് ചേർത്ത് പിടിച്ച് നിങ്ങളെ കരുതി നടത്തുന്ന ദൈവമാണ്. ഈ ദൈവത്തെ നിങ്ങളുടെ സ്നേഹിതനായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ തെറ്റുകളൊക്കെ മാറ്റിയ ശേഷം, എൻ്റെ കുറവുകളൊക്കെ മാറ്റിയ ശേഷം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയ ശേഷം, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിയ ശേഷം ഞാൻ കുറച്ചും കൂടെ നല്ലവനായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിക്കരുത്.
യേശുവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഇന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ അതാണ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്നാണ്. എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ ശക്തിയാൽ, അവൻ്റെ കൃപയാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തതൊന്നുമില്ല, തിരുത്താൻ പറ്റാത്തതൊന്നുമില്ല. എത്ര വലിയ ശീലങ്ങളായിരുന്നാലും, എത്ര വലിയ സ്വഭാവമായിരുന്നാലും അതൊക്കെ മാറ്റാൻ യേശുവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം, യേശുവിൻ്റെ അടുത്തേക്ക് വരിക. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ തന്നെ, നിങ്ങൾ എത്ര കുറവുള്ളവരാണെങ്കിലും, എത്ര പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും അതുപോലെ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. അവൻ നമ്മളെ കൈനീട്ടി വിളിക്കുകയാണ്. യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉത്സവകാലത്ത് യേശു ഇരു കൈകളും നീട്ടി വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും എന്നാണ് യേശു പറഞ്ഞത്. ആ വിശ്രമം നിങ്ങളുടേതാക്കി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ സമാധാനം നിങ്ങളുടേതായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തു ഒരു പരിഹാരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കിണഞ്ഞ് ശ്രമിച്ചിട്ടും, നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും, ആരോടൊക്കെ ചോദിച്ചിട്ടും, ആരോടൊക്കെ പറഞ്ഞിട്ടും പരിഹാരം കാണാത്ത ഒരു പ്രശ്നമുണ്ടോ? ആ പ്രശ്നത്തിന് പോലും പരിഹാരം തരാൻ ദൈവത്തിന് കഴിയും. കർത്താവായ യേശുവിന് കഴിയും. അവനെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനാണ്. കാറ്റും കടലും പ്രകൃതിയും അവനെ അനുസരിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എന്തു വലിയ പ്രശ്നത്തിനും ഒരു പോക്കു വഴി നൽകാൻ അവന് സാധിക്കും. നിങ്ങളായിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുറവുകളോടുകൂടെ യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമെങ്കിൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നത് അവൻ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലാണ് യേശു വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ വാസസ്ഥലം അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ അശുഭചിന്തകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ഇൽ ഫീലിംഗ്, നിങ്ങളുടെ സെൽഫ് പിറ്റി, നിങ്ങളുടെ സ്വയം നിന്ദകൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ, നിങ്ങളുടെ ഏകാന്തതകൾ, അതെല്ലാം കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് അവനൊരു കൂടും കൂട്ടുമായി, നിങ്ങൾക്കൊരു കമ്പാനിയനായി, നിങ്ങൾക്കൊരു സുഹൃത്തായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവനായി കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്നത് പോലെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെവിടെയായിരുന്നാലും, എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണ് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമായി തീരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഞാനിന്ന് എന്തായിരിക്കുന്നോ അതുപോലെ എനിക്ക് നിൻ്റെ മുന്നിൽ മറച്ചു വെക്കാനൊന്നുമില്ല, നിൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ല. കർത്താവേ, നിൻ്റെ മുമ്പിലെല്ലാം നഗ്നവും മലർന്നതുമായിരിക്കുന്നു. അതുകൊണ്ട് നീ അറിയാത്തതൊന്നുമില്ല. നീ എന്നെ പൂർണ്ണമായി അറിയുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എന്നെ കരുതണമേ, നീ എന്നെ സ്നേഹിക്കണമേ. നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നു. എന്നെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ സന്ദേശം പങ്കുവെച്ച് കൊടുക്കണം. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം തുടർന്നും കണ്ടുകൊണ്ടേയിരിക്കുക. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മൾ എവിടെയായിരുന്നാലും അവൻ്റെ കരുതലിലും സുരക്ഷിതത്വത്തിലും അവൻ്റെ സ്നേഹത്തിൻ്റെ ചിറകടിയിലുമായിരിക്കട്ടെ. ഇനിയും നമ്മൾ മറ്റൊരു സന്ദേശത്തിൽ ഇതേപോലെ കണ്ട് കർത്താവ് നമ്മളെ നടത്തിയ വഴികളെക്കുറിച്ച് സംസാരിച്ച് കർത്താവിനെ ആരാധിക്കുന്നതുവരെ അവൻ്റെ സ്നേഹത്തിൻ്റെ ചിറകടിയിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.